കൊൽക്കത്തയിലുണ്ടായ ഡോക്ടറുടെ ദാരുണമായ സംഭവത്തിന്റെ വാദം കേൾക്കുന്നതിനിടെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് 1973 സംഭവിച്ച അരുണ ഷാൻബാഗ് സംഭവത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. ആരാണ് അരുണ രാമചന്ദ്ര ഷാൻബാഗ് എന്ന നഴ്സ്? 1973 കാലഘട്ടത്തിൽ ഇന്ത്യൻ മാധ്യമങ്ങൾ ഏറെ ചർച്ച ചെയ്ത താൻ ജോലി ചെയ്തിരുന്ന ആശുപത്രിയിലെ തന്നെ അറ്റൻഡർ ക്രൂരമായി ആക്രമിച്ചിട്ടും പാതി ജീവൻ മാത്രവുമായി 2015 വരെ അവർ ആ മരണക്കിടക്കയിൽ കിടന്നു. ദയാവധത്തിന് പോലും അനുമതിയില്ലാതെ ദുരിത ജീവിതം നയിക്കേണ്ടി വന്ന അരുണ ഷാൻബാഗ് എന്ന നഴ്സിനെ രാജ്യം ഇതുവരെ മറന്നിട്ടില്ല. മുംബൈയിലെ പരേലിലുള്ള കിങ് എഡ്വേർഡ് മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ജൂനിയർ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു 25 വയസ്സുള്ള അരുണ രാമചന്ദ്ര ഷാൻബാഗ്. ഉത്തർ കന്നഡയിലെ ഹൽദിപൂരിലുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച അരുണ പഠനത്തിൽ മിടുക്കിയായിരുന്നു. പഠനം കഴിഞ്ഞ് മുംബൈയിലെ കിങ് എഡ്വേർഡ് മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്യുമ്പോൾ അതേ ഹോസ്പിറ്റലിൽ ഡോക്ടറായിരുന്ന സന്ദീപ് സർദേശായി എന്ന ചെറുപ്പക്കാരനുമായി പ്രണയത്തിലാവുകയും വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. തന്റെ വിവാഹത്തിന് ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് അരുണയുടെ ജീവിതത്തെ നശിപ്പിച്ച ആ വിനാശരാത്രി വന്നത്. അതേ ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വസ്ത്രം മാറാനായി ബേസ്മെന്റിലെ റൂമിലെത്തിയതായിരുന്നു അരുണ. എന്നാൽ തന്നോട് കടുത്ത വിദ്വേഷവും പകയുമുണ്ടായിരുന്ന അതേ ഹോസ്പിറ്റലിലെ തൂപ്പുകാരനായ സോഹൻലാൽ ബർത്ത വാൽമീകി അവളെ ആക്രമിക്കാൻ പതിയിരിക്കുന്നുണ്ടായിരുന്നു. വസ്ത്രം മാറുന്നതിനിടെ അരുണയ്ക്കുമേൽ ഇയാൾ ബലപ്രയോഗം നടത്തി. നായയുടെ കഴുത്തിലിടുന്ന ചങ്ങല കൊണ്ട് അരുണയുടെ കഴുത്തിൽ വരിഞ്ഞു മുറുക്കി ശ്വാസമുട്ടിച്ചു. ഇതോടെ സെർവിക്കൽ കോഡിന് പരിക്കുണ്ടായി അവളുടെ മസ്തിഷ്കത്തിലേക്കുള്ള ഓക്സിജൻ നിലയ്ക്കുകയും കോർട്ടിക്കൽ അന്ധത സംഭവിക്കുകയും ചെയ്തു. തുടർന്ന് ബോധം നഷ്ടപ്പെട്ട അരുണയെ ഇയാൾ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. സോഹൻലാൽ അവളുടെ കഴുത്തിലെ സ്വർണമാലയും വാച്ചും ബാഗിലെ പണവും മോഷ്ടിച്ചു. പിറ്റേ ദിവസം രക്തം വാർന്നു കിടക്കുന്ന അരുണയെ ജീവനക്കാർ ആശുപത്രിയിലെത്തിച്ചു. എന്നാൽ അരുണ റേപ്പ് ചെയ്യപ്പെട്ടുവെന്ന വിവരം മനഃപൂർവ്വം ഇവർ പോലീസിൽ നിന്നും മറച്ചുവച്ചു. മോഷണ ശ്രമത്തിനിടെ നഴ്സ് ആക്രമിക്കപ്പെട്ടു എന്ന രീതിയിലാണ് വിവരങ്ങൾ കൈമാറിയത്. തുടർന്ന് ആശുപത്രിയിലെ നഴ്സുമാർ പ്രതിഷേധം നടത്തി. നവംബർ 29 പൂനെയിൽ വെച്ച് സോഹൻലാൽ അറസ്റ്റിലായി. എന്നാൽ പോലീസ് അന്ന് സോഹൻലാലിന് എതിരായി ചുമത്തിയ കുറ്റം മോഷണ ശ്രമത്തിനിടെ സിസ്റ്റർ അരുണയെ കഴുത്തിൽ ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നു മാത്രമായിരുന്നു. 1980 അയാൾ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി. പിന്നീടുള്ള അന്വേഷണത്തിൽ അയാൾ മറ്റൊരു പേരിൽ വിവാഹവും കഴിച്ച് കുടുംബമായി ജീവിക്കുകയാണ് എന്ന വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഈ ദുരന്തത്തിന് ശേഷവും അരുണയുമായി വിവാഹമുറപ്പിച്ചിരുന്ന സന്ദീപ് അരുണയെ പ്രണയിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അയാൾ മറ്റൊരു വിവാഹം കഴിക്കുന്നതുവരെ 4 വർഷത്തോളം അരുണയ്ക്കൊപ്പം തന്നെ സന്ദീപ് ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാനാവാതെ ജീവശവമായി അരുണ വീണ്ടും കാലങ്ങൾ പിന്നിട്ടു. അങ്ങനെ മാധ്യമപ്രവർത്തകയും സാമൂഹ്യ പ്രവർത്തകയുമായ പിങ്കി വിരാനി ഈ ദുരിത ജീവിതത്തിൽ നിന്നും അരുണയ്ക്ക് മോചനം കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദയാവധത്തിനുള്ള ഹർജി സമർപ്പിച്ചു. എന്നാൽ 2011 ഹർജി സുപ്രീംകോടതി തള്ളി. ശേഷം മരുന്നുകൾ ക്രമേണ കുറച്ച് രോഗി ശാന്തമായി മരിക്കുന്നതിനുള്ള രീതിയായ പാസീവ് യൂത്തനേഷ്യയ്ക്ക് കോടതി അനുമതി നൽകി. അങ്ങനെ നീതി നിഷേധിക്കപ്പെട്ട് 42 വർഷത്തെ നീണ്ട മരണക്കിടക്കയിലെ ജീവിതത്തിനൊടുവിൽ 2015 മെയ് 18 ന്യൂമോണിയ ബാധിച്ച് നഴ്സ് അരുണ ഈ ലോകത്തോട് വിട പറയുന്നത്. লড়াই করে বাঁচতে চাই।